അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ഖസസുൻ നബിയ്യീൻ ജുസ് 1 ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം, പാഠം 7. മർ റബ്ബി, ആരാണ് എൻ്റെ രക്ഷിതാവ്? ഈ പാഠത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ ജനതയുമായി നടത്തുന്ന ഒരു അഭിസംബോധന അല്ലെങ്കിൽ ഒരു സംവാദമാണ് ഉദ്ധരിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജനത ബിംബാരാധനയിലും സൂര്യ നക്ഷത്ര ചന്ദ്രാദികളെ ആരാധിക്കുന്നതിലും മൂടുറച്ചു പോയിരുന്നു. ആ ജനതയുടെ ശ്രദ്ധയും ചിന്തയും തട്ടിയുണർത്താൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബോധപൂർവം നടത്തിയ ഒരു സംഭാഷണം അല്ലെങ്കിൽ ഒരു സംവാദമാണ് ഈ പാഠത്തിൽ ഇവിടെ വിവരിക്കുന്നത്. രാത്രി ഇരുട്ടി, നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് രക്ഷിതാവാണെന്ന് പറയും. അത് പോയി ചന്ദ്രൻ വരുമ്പോൾ അതാണ് എൻ്റെ രക്ഷിതാവെന്ന് പറയും. അത് അസ്തമിച്ച് സൂര്യൻ ഉദിക്കുമ്പോൾ അതാണ് എൻ്റെ രക്ഷിതാവെന്ന് പറയും. പിന്നെ അതും അസ്തമിക്കുമ്പോൾ ഇബ്രാഹിം നബി ആ ജനതയെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്, ഇതൊന്നും ദൈവമോ രക്ഷിതാവോ ആവാൻ പറ്റില്ല, ഇതൊന്നും നിലനിൽക്കാത്തതാണ്. രക്ഷിതാവ് ഏകനാണ്, അവൻ എന്നെന്നും നിലനിൽക്കുന്നവനാണ്, അവൻ അന്ത്യമില്ലാത്തവനാണ്. ഇതാണ് ഈ പാഠത്തിൻ്റെ ആശയം. ഇനി നമുക്ക് പാഠത്തിലേക്ക് വരാം. മർ റബ്ബി, ആരാണ് എൻ്റെ രക്ഷിതാവ്? വദാത്ത ലൈല, ഒരു രാത്രി. അത് കഥകളുടെ ഒക്കെ തുടക്കത്തിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ, അറബിയിലപ്പോൾ അതിനങ്ങനെ പറയാം. ദാത്ത ലൈല, ഒരു രാത്രി. ദാത്ത യൗം, ഒരു ദിവസം. ഒരു രാത്രിയിൽ റആ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കണ്ടു കൗകബൻ, ഒരു നക്ഷത്രത്തെ. ഫഖാൽ, അപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, ഹാദാ റബ്ബി, ഇതെൻ്റെ രക്ഷിതാവാണ്. ശരിക്കത് തൻ്റെ രക്ഷിതാവാണ് എന്ന വിശ്വാസത്തോടെ അല്ലട്ടോ പറയുന്നത്. ആ ജനതയെ ഇനി അത് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ്, അത് രക്ഷിതാവാകാൻ പറ്റൂല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ്. ഇതെൻ്റെ തമ്പുരാനാണ്. വലമ്മ വാബൽ കൗകബു, നക്ഷത്രം അപ്രത്യക്ഷമായപ്പോൾ, മറഞ്ഞുപോയപ്പോൾ. വാബ യഗീബു, മറഞ്ഞു, അപ്രത്യക്ഷമായി. നമ്മൾ അറ്റൻഡൻസ് ഒക്കെ എടുക്കുമ്പോൾ ഓയിബ് എന്ന് പറയാറില്ലേ, അത് ഓബയുടെ ഇസ്മു ഫായിലാണ്. അപ്രത്യക്ഷമായവൻ, മറഞ്ഞവൻ, ഇതാണ് ഓയിബ് എന്ന് പറഞ്ഞാൽ. കാല ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, നക്ഷത്രം അസ്തമിച്ചപ്പോൾ, മറഞ്ഞു പോയപ്പോൾ. ലാ, അല്ല. ഹാദാ ലൈസ ബി റബ്ബി, ഇതെൻ്റെ രക്ഷിതാവല്ല. വറആ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കണ്ടു അൽ ഖമറ, ചന്ദ്രനെ. ഫഖാൽ, അപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, ഹാദാ റബ്ബി, ഇതാ എൻ്റെ രക്ഷിതാവ്. വലമ്മ ഗാബൽ ഖമർ, ചന്ദ്രൻ മറഞ്ഞപ്പോൾ, ഖാല ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഹാദാ ലൈസ ബി റബ്ബി, ഇതെൻ്റെ രക്ഷിതാവല്ല. ലാ, അല്ല. വത്തലഅത്തി ശംസു, സൂര്യൻ ഉദിച്ചു.
നേരം വെളുത്തു, സൂര്യൻ ഉദിച്ചു. ഫഖാല ഇബ്രാഹിം, അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഹാദാ റബ്ബി, ഇതെന്റെ രക്ഷിതാവാണ്. ഹാദാ അക്ബർ, ഇത് ഏറ്റവും വലുതുമാണല്ലോ എന്ന് പറഞ്ഞു. ബ്രാക്കറ്റിൽ അതിങ്ങനെ ഇട്ട് കാണുന്നത് ഖുർആനിലുള്ള അതേ ആയത്തിൻ്റെ ഭാഗം ഇങ്ങോട്ട് എടുത്ത് ഉദ്ധരിച്ചിരിക്കുകയാണ്. സംഭവമൊക്കെ ഖുർആനിൽ പറയപ്പെട്ടതാണ്. സൂറത്തുൽ അൻആമിലുണ്ട് ഇതൊക്കെ. അതേമാതിരി മറ്റു പല ഭാഗങ്ങളിലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അത് ആയത്തിൻ്റെ ഭാഗമാണ്, ആയത്തിലേ വന്ന വാക്കാണത്. ഹാദാ റബ്ബി ഹാദാ അക്ബർ. വലമ്മ ഗാബത്തി ശംസു, സൂര്യൻ മറഞ്ഞു പോയപ്പോൾ, ഫിൽ ലൈലി, രാത്രിയിൽ, രാത്രിയായപ്പോൾ സൂര്യൻ അസ്തമിച്ച് മറഞ്ഞുപോയി. ഖാല ഇബ്രാഹിം, അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ലാ ഹാദാ ലൈസ ബി റബ്ബി, അല്ല, ഇതെൻ്റെ രക്ഷിതാവല്ല. ഷംസ് എന്ന പദം അത് മുഅന്നസാണ്. അറബിയിൽ മുദക്കർ, മുഅന്നസ്, പുല്ലിംഗം, സ്ത്രീലിംഗം, ഇങ്ങനെ രണ്ടെണ്ണം എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. ഷംസ് എന്ന പദം മുഅന്നസാണ്. അതുകൊണ്ടാണ് ഓബത്ത് എന്ന് പറഞ്ഞത്. നേരത്തെ കണ്ട് നിങ്ങൾ ചന്ദ്രനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓബ എന്നല്ലേ പറഞ്ഞുള്ളൂ. നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഓബ എന്നല്ലേ പറഞ്ഞുള്ളൂ. ഇവിടെ എന്തു പറഞ്ഞു? ഓബത്തി ശംസു എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണ്? സൂര്യൻ മുഅന്നസാണ്, സ്ത്രീലിംഗമാണ്. ഇനിയും നമ്മളത് തുടർന്ന് കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി പറയാണ്, ഇതൊന്നും നക്ഷത്രമോ ചന്ദ്രനോ സൂര്യനോ ഇവകളൊന്നും എൻ്റെ തമ്പുരാന്മാരാകാൻ പറ്റുന്നവരല്ല, രക്ഷിതാക്കന്മാരാവാൻ പറ്റുന്നവരല്ല, എൻ്റെ ദൈവങ്ങളാകാൻ പറ്റുന്നവയല്ല. ദൈവം ഇങ്ങനെ ഇല്ലാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ, അപ്രത്യക്ഷമാകാൻ പറ്റില്ലല്ലോ. ദൈവം ഉണ്ടെങ്കിൽ അത് എന്നെന്നും ഉണ്ടാവേണ്ടവനാണ്, എന്നെന്നും നിലനിൽക്കേണ്ടവനാണ്. അതുകൊണ്ട് ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, ഹയ്യുൻ ലാ യമൂത്ത്, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ഹയ്യുൻ, എന്നെന്നും ഹയാത്തുള്ളവനാണ്. ലാ യമൂത്ത്, അവൻ മരിക്കുകയില്ല. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, ബാഖിൻ, അവശേഷിക്കുന്നവനാണ്. ബഖിയ യബ്ഖാ, അവശേഷിച്ചു. ബാഖിൻ, അവശേഷിക്കുന്നവൻ, ബാക്കിയാകുന്നവൻ. ലാ യഗീബ്, അവൻ അപ്രത്യക്ഷനാവുകയില്ല, അവൻ മറഞ്ഞു പോവുകയില്ല. അവനില്ലാത്ത സമയം ഉണ്ടാകൂല എന്ന്, എപ്പോഴും അവൻ ഉണ്ടാകും. ബാക്കി എന്ന് പറഞ്ഞതാണ് അവശേഷിക്കുന്നവൻ. എല്ലാം നശിക്കുന്നല്ലേ. കുല്ലുമൻ അലൈഹ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാം നശിക്കും, ഭൂമിയിലുള്ളതൊക്കെ നശിച്ചു പോകും. വയബ്ഖാ വജ്ഹു റബ്ബിക്, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ വജ്ഹ്, അത് മാത്രം അവശേഷിക്കും. വയബ്ഖാ, അല്ലാഹു മാത്രമാണ് അവശേഷിക്കുക. ഇന്നല്ലാഹ ഖവിയ്യുൻ, നിശ്ചയം അല്ലാഹു തആല ശക്തനാണ്. ഖവിയ്യ്, ഖുവ്വത്തുള്ളവൻ, ശക്തിയുള്ളവനാണ്. ലാ യഗ്ലിബുഹു ശൈഉൻ, ഒന്നും അവനെ മറികടക്കുകയില്ല, ഒന്നും അവനെ അതിജയിക്കുകയില്ല. ഗലബ യഗ്ലിബു, അതിജയിച്ചു. എന്നാൽ നമ്മൾ ഇതുവരെ കണ്ട നക്ഷത്രവും ചന്ദ്രനും സൂര്യനും അങ്ങനെയല്ലല്ലോ. വൽ കൗകബു ലഈഫുൻ, നക്ഷത്രം ബലഹീനനാണ്. യഗ്ലിബുഹു സുബ്ഹ്, പ്രഭാതം അതിനെ അതിജയിക്കുന്നുണ്ട്. പ്രഭാതം വരുമ്പോൾ നക്ഷത്രത്തിന് പിന്നെ ഉണ്മയില്ല, സ്ഥാനമില്ല. വൽ ഖമറു ലഈഫുൻ, ചന്ദ്രനും ബലഹീനനാണ്. തഗ്ലിബുഹു ശംസു, സൂര്യൻ അതിനെ അതിജയിക്കുന്നു. സൂര്യൻ എന്നുള്ള ശംസ് എന്ന പദം മുഅന്നസ് ആയതുകൊണ്ടാണ് ഇവിടെ തഗ്ലിബു എന്ന് പറഞ്ഞത്. തഗ്ലിബു, യഫ്അലു, അവനൊരു പുരുഷൻ പ്രവർത്തിക്കും. തഫ്അലു, അവളൊരു സ്ത്രീ പ്രവർത്തിക്കും. അപ്പോൾ താ സ്ത്രീലിംഗത്തിനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതേ പദമാണ് ഇവിടെയും കൊടുത്തത്. തഗ്ലിബുഹു ശംസു വശംസു ലഈഫത്തുൻ, സൂര്യനും ബലഹീനമായതാണ്. യഗ്ലിബുഹൽ ലൈലു, സൂര്യനെ രാത്രി അതിജയിക്കും. രാത്രി വന്നാൽ സൂര്യൻ പോകും.
വയഗ്ലിബുഹൽ ഗൈമു, അതിനെ മേഘവും അതിജയിക്കും. സൂര്യനെ മേഘവും അതിജയിക്കും. പറയണ്ടോ? ഹാ എന്ന പദം കണ്ടില്ലേ? മുഅന്നസായതുകൊണ്ടാകും. മുദക്കറാണെങ്കിൽ ഹൂ എന്ന് പറഞ്ഞാൽ മതി, യഗ്ലിബുഹു എന്ന് പറഞ്ഞാൽ മതി. ശംസു മുഅന്നസാണ്, അപ്പൊ യഗ്ലിബുഹ എന്ന് പറഞ്ഞു. എന്നാൽ വലാ യൻസുറുനിൽ കൗകബു, നക്ഷത്രം എന്നെ സഹായിക്കുകയില്ല, അതിന് കഴിയില്ല. അത് ലിഅന്നഹു ദഈഫുൻ, കാരണം അത് ബലഹീനനാണ്. ലീ എന്ന പദം ചിലപ്പോൾ കാരണം എന്ന അർത്ഥത്തിന് വരും. ലീ ചിലപ്പോൾ കാരണം എന്ന അർത്ഥത്തിന് വേണ്ടി വരും. അതാണ് ഇവിടെ ലിഅന്നഹു, കാരണം നിശ്ചയം അത്, ദഈഫുൻ ബലഹീനനാണ്. വലാ യൻസുറുനിൽ ഖമറു, ചന്ദ്രനും എന്നെ സഹായിക്കുകയില്ല. ലിഅന്നഹു ദഈഫുൻ, കാരണം നിശ്ചയം അത് ബലഹീനനാണ്. വലാ തൻസുറുനി ശംസു, സൂര്യൻ എന്നെ സഹായിക്കുകയില്ല. ലിഅന്നഹാ ദഈഫത്തുൻ, കാരണം നിശ്ചയം അത് ബലഹീനയാണ്. ശംസ് എന്നുള്ള പദം മുഅന്നസാണ്, അതാണ് തൻസുർ എന്നാകിയത്. നേരത്തേക്ക് യൻസുറു യൻസുറു എന്നാണ് കൗക്കബിലും ഖമറിലും പറഞ്ഞത്. ഇവിടെ നോക്കൂ, തൻസുറു എന്നായി. നേരത്തെ തഗ്ലിബു എന്ന് സൂര്യൻ്റെ അവിടെ പറഞ്ഞതുപോലെ. എന്ന പോലെ ലിഅന്നഹാ എന്നാണ് പറഞ്ഞത്. ഒക്കെ ശംസ് മുഅന്നസായതുകൊണ്ടാണ്. അപ്പൊ ഇവകളൊക്കെ നിലനിൽപ്പില്ലാത്തവയും മറഞ്ഞു പോവുകയും മറ്റുള്ളവയിൽ ഒതുങ്ങിപ്പോവുകയും മറ്റുള്ളവയുടെ മുന്നിൽ പരാജയപ്പെട്ടു പോവുകയും ചെയ്യുന്ന ബലഹീനമായവയാണ്. അവകൾക്കൊന്നും എന്നെ സഹായിക്കാൻ കഴിയില്ല. എന്നാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്ന, നാശമില്ലാത്ത, എന്നെന്നും അവശേഷിക്കുന്ന ശക്തനായ അല്ലാഹു തആല, വയൻസുറുനി അല്ലാഹ്, അല്ലാഹു എന്നെ സഹായിക്കും. ലിഅന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, കാരണം അല്ലാഹു നിശ്ചയം അല്ലാഹു എന്നെന്നും ജീവിക്കുന്നവനാണ്, മരിക്കുകയില്ല. വബാഖിൻ ലാ യഗീബ്, അവൻ എക്കാലവും അവശേഷിക്കുന്നവനാണ്, മറഞ്ഞു പോവുകയില്ല. വഖവിയ്യുൻ, അവൻ ശക്തനാണ്. ലാ യഗ്ലിബുഹു ശൈഉൻ, ഒന്നും അവനെ അതിജയിക്കുകയില്ല. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ജനതയുടെ അവരുടെ ദൈവങ്ങൾ അവകളൊന്നും കഴിവില്ലാത്തവയാണെന്നും അവകളോട് സഹായം ചോദിക്കുകയും അവകളെ ദൈവങ്ങളായി കണ്ട് ആരാധിക്കുകയും ചെയ്യുന്നത് മൗഢ്യമാണെന്നും യുക്തിയിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും.